നമസ്കാരം. മൂന്നാമത്തെ ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കുട്ടത്തിൽ എംഎൽഎക്ക് ജാമ്യം നിഷേധിച്ചു. ഇതോടെ രാഹുലിനെ മാവേലിക്കര ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കേസ് അടുത്ത ദിവസം തിരുവല്ലയിലെ ഓപ്പൺ കോടതിയിൽ പരിഗണിക്കും. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ എന്നീ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളി, അതായത് ഹാബിച്വൽ ഒഫൻഡർ ആണെന്നടക്കമുള്ള ഗുരുതര പരാമർശം അറസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. കേസ് എടുക്കുന്നതിന് മുൻപ് തന്നെ പ്രതി പരാതിക്കെതിരെ നേരിട്ട് ഭീഷണിപ്പെടുത്തിയെന്നും എംഎൽഎ എന്ന അധികാരം ഉപയോഗിച്ച് സാക്ഷികളെ സ്വാധീനിക്കുവാനും പരാതിക്കാരിയെ സൈബർ ആക്രമണങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിലാക്കുവാനും സാധ്യതയുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. നേരത്തെ ഉള്ള കേസിൽ 10 ദിവസത്തോളം ഒളിവിൽ പോയി നിയമത്തെ വെല്ലുവിളിച്ചയാളാണ് പ്രതി. നിലവിൽ പരാതിക്കാരിയുടെ ജീവന് തന്നെ രാഹുൽ ഭീഷണിയാണെന്നും അവരുടെ സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തി മാനസിക സമ്മർദ്ദത്തിലാക്കാൻ സാധ്യത ഉണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ഇതിനിടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ രാഹുൽ വെല്ലുവിളിച്ചിരിക്കുകയാണ്. എല്ലാ തെളിവുകളും തന്റെ കയ്യിലുണ്ട്, സ്വതന്ത്രനായി നിന്നാലും ജയിക്കുമെന്നാണ് രാഹുൽ വെല്ലുവിളിച്ചിരിക്കുന്നത്. രാഹുലിന്റെ DNA പരിശോധനാ ഫലം നടത്തും. ഇതിനായി രാഹുലിന്റെ രക്തസാമ്പിൾ ശേഖരിച്ചിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ രാഹുൽ എല്ലാം അഭിഭാഷകൻ പറയുമെന്ന നിലപാടിൽ ഉറച്ചിരിക്കുകയാണ്. പരാതിയിൽ പറയുന്നത് പോലെ ഒരു പീഡനം നടന്നിട്ടില്ലെന്നും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നുമാണ് രാഹുലിന്റെ വാദം. സംഭവത്തിൽ പ്രതികരണമുയർത്തി രാഹുൽ ഈശ്വർ രംഗത്ത് വന്നു. കോടതി കുറ്റവാളിയാണെന്ന് വിധിക്കുന്നതുവരെ, അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് കോടതി പറയുന്നതുവരെ ക്ഷമ കാണിക്കണമെന്നാണ് അദ്ദേഹം പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടത്. രാഹുൽ മാങ്കുട്ടത്തിന്റെയും അമ്മയുടെയും ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് കുറ്റാരോപിതന്റെ കുടുംബത്തിനുണ്ടാക്കുന്ന വേദന വലുതാണെന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വർ പ്രതികരണം ഉയർത്തിയത്. പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: എന്റെ പോയിന്റ്, വാദം ഇതാണ്. പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് അൺടിൽ പ്രൊവൈഡഡ് ഗിൽറ്റി ആണ് ലോകത്തിലെ നിയമപരമായ സംവിധാനത്തിന്റെ അടിസ്ഥാനം. ഒരാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്. അതുവരെ മീഡിയ ട്രയലിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സോഷ്യൽ ഹാം, കുടുംബത്തിനുണ്ടാക്കുന്ന വേദന വളരെ വലുതാണ്. അതുകൊണ്ടാണ് അക്യൂസ്ഡ് പ്രൈവസി പ്രൊട്ടക്ഷൻ ലോ പോലെയുള്ള കാര്യങ്ങൾ വേണ്ടത്. കോടതികൾ കുറ്റക്കാരനാണെന്ന് പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നു എന്ന് പറയുന്നവരെ നമ്മൾ ക്ഷമ കാണിക്കണം. കോടതിയാണ്, മാധ്യമങ്ങൾ അല്ല തീർപ്പ് കൽപ്പിക്കേണ്ടത്. രാഹുൽ മാങ്കുട്ടത്തിൽ എന്തായിരുന്നു ആ കുറിപ്പ്? 7 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം 11:30 രാഹുലിനെ AR ക്യാമ്പിൽ നിന്ന് പുറത്തെത്തിച്ച് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയത്. രാഹുലിനെ എത്തിച്ചതോടെ വലിയ പ്രതിഷേധമാണ് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ഉണ്ടായത്. MLAയുടെ രാജി ആവശ്യപ്പെട്ട് DYFI, BJP പ്രവർത്തകർ പോലീസ് വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ചു. നിരവധി പ്രവർത്തകരാണ് ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടിയത്. രാഹുൽ രാജിവെക്കണമെന്ന് ഇരു സംഘടനാ പ്രവർത്തകരും മുദ്രാവാക്യം മുഴക്കി. കൂക്കുവിളിയോടെയായിരുന്നു പ്രതിഷേധം. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അകത്തു കയറ്റിയ രാഹുലിനെ കനത്ത പ്രതിരോധത്തെ തുടർന്ന് 2 മണിക്കൂറിന് ശേഷമാണ് പോലീസിന് പുറത്തിറക്കാൻ കഴിഞ്ഞത്. ആശുപത്രിയുടെ 2 കവാടങ്ങളിലും വലിയ പ്രതിഷേധം അലയടിച്ചതോടെ രാഹുലിനെ പുറത്തിറക്കുവാൻ പോലീസ് ഏറെ പണിപ്പെട്ടു. പരാതിയിലെ ആരോപണങ്ങളെല്ലാം ചോദ്യം ചെയ്യലിൽ രാഹുൽ നിഷേധിച്ചു. ചോദ്യം ചെയ്യലോട് പൂർണ്ണമായി സഹകരിക്കാതിരുന്ന രാഹുൽ എല്ലാം വക്കീൽ പറയുമെന്ന് മാത്രമാണ് മറുപടി നൽകിയത്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഉണ്ടായതെന്നും രാഹുൽ അവകാശപ്പെട്ടു. ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും ഗർഭിണിയാക്കിയ ശേഷം നിർബന്ധിത ഗർഭഛിദ്രം നടത്തിയെന്നും സാമ്പത്തിക ചൂഷണം നടത്തിയെന്നും ഒക്കെയാണ് ഈ പരാതിയിൽ ഉന്നയിക്കുന്നത്. പത്തനംതിട്ട സ്വദേശിനിയായ യുവതിയുടെ ബലാത്സംഗ പരാതിയിലാണ് ഈ അർദ്ധരാത്രിയോടെ ഇത്തരത്തിൽ പോലീസ് സംഘം പാലക്കാട്ടെ KPM ഹോട്ടലിലെത്തി രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് പത്തനംതിട്ട എയർ ക്യാമ്പിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു.